അയാളെ സാറിന് എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം. ആരാ കക്ഷി? അത് അതവിടെ ചെല്ലുമ്പോ കാണാം. എന്താടോ ഇത്? ആകെ ഒരു ദുരൂഹതയാണല്ലോ. സാർ അവിടെ വെച്ച് ആ ആളിനെ കണ്ട എല്ലാ ദുരൂഹതയും മാറും. അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ വീണ്ടും ചോദിക്കുക, നമുക്കിപ്പോൾ തന്നെ അവിടെ പോയി ഈ ആളിനെ കാണേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് അയാളെ കണ്ടേ തീരൂ. 2 മണിക്കൂർ സാർ എനിക്ക് വേണ്ടി മാറ്റിവെച്ചേ മതിയാവൂ. സാർ വന്നേ, സമയം പാഴാക്കാതെ നമുക്ക് വേഗം അവിടെ ചെല്ലാം. വാ, വന്നേ, വാ. എന്താ വിശാൽ സാർ, എന്താ ഇവിടെ നടക്കുന്നത്? ആ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ വരൂ മക്കളെ, വരൂ. എന്താ അമ്മേ, എന്താ വിശേഷം? മോനെ, ഇത് പാർവതിയുടെ നന്മയ്ക്ക് വേണ്ടി, ഇവളുടെ ദീർഘായുസിന് വേണ്ടി നടത്തുന്ന ഒരു പൂജയാ. എനിക്ക് വേണ്ടി പ്രഭാവതി അമ്മ പൂജ നടത്തുന്നു. ഇതിലെന്തോ അസ്വാഭാവികത ഉണ്ടല്ലോ. ആ, ലക്ഷ്മിപുരത്ത് വെച്ച് പാർവതിക്ക് തീപ്പൊള്ളലേറ്റില്ലേ? അന്ന് ദൈവകടാക്ഷം ഉള്ളതുകൊണ്ട് മാത്രമാ പാർവതി ജീവനോട് രക്ഷപ്പെട്ടത്. പക്ഷേ അതിനുശേഷം ഇവളുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്കൊരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. പാർവതിയുടെ ആയുസിന് ഇനി ഒരാപത്തും വരാൻ പാടില്ല. അതിനുവേണ്ടി ഒരു ആയുർ ഹോമം നടത്തണം. തീരുമാനിച്ചിട്ട് കുറച്ചു ദിവസമായി മോനെ. തിരുമേനിയെ കണ്ട് കാര്യം പറഞ്ഞപ്പോ തിരുമേനി വിശദമായിട്ട് അതൊന്ന് ഗണിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഈ പൂജ നടത്തിയേ തീരൂന്ന്. അല്ല, അങ്ങനെ തിരുമേനി പറയുമ്പോ നമ്മളായിട്ട് എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? അതുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ച് പൂജ നടത്താമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. പാർവതി, കണ്ടോ അമ്മയ്ക്ക് നിന്നോടുള്ള സ്നേഹം? നമ്മളോട് ആരോടും പറയാതെ അമ്മ കണ്ടറിഞ്ഞ് നിനക്ക് വേണ്ടി പൂജ നടത്താൻ പോവുക. ഇതേതായാലും വലിയ സസ്പെൻസ് ആയിപ്പോയി. ഞങ്ങളോട് ആരോടും ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല സുശീലേ. ഇത്രയൊക്കെ അറേഞ്ച് ചെയ്യാൻ അമ്മയ്ക്ക് സമയം ഉണ്ടായിരുന്നല്ലോ. അതിനിടയില് ഇവിടെ ഉള്ളവരോടൊന്നും പറയാൻ പാടില്ലായിരുന്നോ? എന്റെ ഗാർഗി, ഞാനതങ്ങ് വിട്ടുപോയി. അതെ, ഇനി ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ദേ, പറയാതിരുന്നതിന് ഞാൻ എല്ലാരോടും ക്ഷമ ചോദിക്കുന്നു. പോരെ? ആ മോളെ, നീ പോയി കുളിച്ച് ശുദ്ധിയായിട്ട് വസ്ത്രം മാറി വരൂ. എടാ, നീയും പോയി കുളിച്ചിട്ട് വരൂ. ഇതിലെന്തോ ചതിയുണ്ട്, അത് ഉറപ്പാണ്. അല്ലമ്മേ, തീപിടുത്തം നടന്നിട്ട് കുറച്ചു ദിവസമായില്ലേ? അന്നെന്താ ഈ പൂജ നടത്താതിരുന്നേ? അന്ന് ഈ പൂജ നടത്താതെ ഇപ്പൊ നടത്തുന്നതിൽ കാര്യമുണ്ടോ? എന്റെ മോളെ, ഇത്തിരി വൈകിട്ടായാലും ഇത് നടത്തുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നാളും ദിവസമൊന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ തിരുമേനി അങ്ങനെ തന്നെയാ പറഞ്ഞത്. തിരുമേനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല.
ആ നിങ്ങൾ പോയി ശുദ്ധിയായിട്ട് വരൂ. ശരിയമ്മേ, നമുക്ക് പോയി റെഡിയായിട്ട് വരാം പാർവതി. ആ ഒന്ന് നിന്നേ. അതെ, ഈ കലശങ്ങൾ പൂജിച്ചു തീർന്ന് നാളെ രാവിലെ മറുക്രിയ ചെയ്യും വരെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ പാടില്ല. എന്നാലേ ഈ പൂജയുടെ ഫലം അനുഭവപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇതിനിടയിൽ പ്രോഗ്രാംസ് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിളിച്ചങ്ങ് ക്യാൻസൽ ചെയ്തേക്ക് കേട്ടോ. ശരിയമ്മേ, അതൊക്കെ മാറ്റി വെച്ചേക്കാം. ആ എന്നാ മോനെ വേഗം റെഡി ആയിട്ട് വരൂ. ശരിയമ്മേ, ചെല്ല. വാ. മാഡം രാവിലെ വിളിക്കാന്ന് പറഞ്ഞാണല്ലോ. വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിയൊന്നും കാണുന്നുമില്ലല്ലോ. ആ, ഇതാരാപ്പ ഈ വിളിക്കുന്നത്? പരിചയത്തെ നമ്പറാണല്ലോ. ഇനി വേണ്ടപ്പെട്ടൊരു വല്ലതും ആണോ, അതോ മാഡം വേറെ നമ്പറിൽ നിന്ന് വിളിക്കുന്നതാണോ? ഏതായാലും എടുത്തേക്ക്. ഹലോ. അതെ, എനിക്ക് നിങ്ങളെ നേരിട്ടൊന്ന് കാണണമല്ലോ. എന്നെ കാണണമെന്നോ? എന്താ കാര്യം? അത് നേരിട്ട് കാണുമ്പോൾ പറയാം. അല്ല, നിങ്ങളാരാ സംസാരിക്കുന്നത്? അതും അന്നേരം പറയാം. ആദ്യം നിങ്ങളാരാ എന്താ എന്ന് വ്യക്തമായിട്ട് പറയേ. എന്താ ആവശ്യമെന്ന് പറയേ. അല്ലാതെ എന്നെ കാണണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. എടോ, താൻ പേടിക്കൊന്നും വേണ്ട. തന്നെ കൊല്ലാനൊന്നുമല്ല കാണണമെന്ന് പറഞ്ഞേ. എനിക്കിവിടെ ആരെയും പേടിയൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് പറയണം, എന്നിട്ടേ കാണാൻ പറ്റൂ. എടോ കോപ്പേ, മര്യാദയ്ക്ക് നീ എവിടെ ഉള്ളതെന്ന് പറഞ്ഞോ, അതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ താൻ എന്നെ എന്ത് ചെയ്യും? പിടിച്ച് നോക്കി കയറ്റൂ. ഒന്ന് പോടോ. എടോ, ചൂടാവാതെ. തന്നെ ഫോണിൽ ഒരു പെൺകുട്ടി ബന്ധപ്പെട്ടിരുന്നില്ലേ? അതിനെക്കുറിച്ച് സംസാരിക്കാനേ. അതിനെക്കുറിച്ച് എന്ത് സംസാരിക്കാൻ? അല്ല, അവള് തന്നോട് എന്താ പറഞ്ഞത്? ഓ, അതാണോ വിഷയം? അതെ, ആ പെൺകുട്ടി എന്താണ് പറഞ്ഞതെന്ന് അറിയണമെങ്കിൽ ആ പെൺകുട്ടിയോട് തന്നെ പോയി ചോദിക്കും. ഹലോ ഹലോ, വൃത്തികെട്ടവൻ. ഇത് എന്റെ ഫോട്ടോ കാണിച്ച് എന്റെ ഫോണിലെന്ന് പറഞ്ഞ അവളുടെ ആളായിരിക്കും. എടുക്കണ്ട. പാർവതി എന്തോ അയാളെ പറഞ്ഞ് ചട്ടം കെട്ടിയിട്ടുണ്ട്. അതാ അയാൾ ഫോൺ എടുക്കാത്തെ. എല്ലാത്തിനും ഒരു വ്യക്തത വരണമെങ്കിൽ അയാളെ നേരിട്ട് കണ്ടാലേ ശരിയാവൂ. എങ്ങനെ കണ്ടുപിടിക്കും? അയാളുടെ ഡയൽ ചെയ്തപ്പോൾ കോളർ ഐ ഡിയിൽ എന്തോ കാണിച്ചല്ലോ. ഒന്നുകൂടി നോക്കാം. മാർക്കറ്റ് റോഡ് ഇവിടെ അടുത്താണല്ലോ. പ്രഭാവതി അമ്മ ഇങ്ങനൊരു പൂജ നടത്തുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാനും അറിഞ്ഞില്ല. എന്നോട് ഇതേപ്പറ്റി ഒരു വാക്ക് പോലും പറഞ്ഞിരുന്നില്ല. എന്തിന്, വിശാൽ സാർ പോലും അറിഞ്ഞിരുന്നില്ല. അതെന്താ ആരെ അറിയിക്കാതെ അമ്മ സർപ്രൈസ് ആയി പൂജ അറേഞ്ച് ചെയ്തത്? അതൊക്കെ അമ്മയോട് തന്നെ ചോദിക്കണം. എന്തായാലും നിന്നോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ടാ അമ്മ ഈ പൂജ നടത്തുന്നത്. അതെ അതെ, എന്നോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ട് തന്നെയാണ് പ്രഭാവതി അമ്മ ആ പൂജ നടത്തുന്നത്. എന്റെ കാര്യത്തിൽ അമ്മ വളരെ ശ്രദ്ധാലുവാണ്. അതെന്താ പാർവതി, നീ എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ? ഒന്നുമില്ല. അത് വെറുതെ എന്തോ ഉണ്ട്. എന്താ കാര്യം? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ. നീ പോയി പൂജയിൽ പങ്കെടുക്കാൻ നോക്ക്, ഞാൻ വരാം.
പാർവതി, നിന്നെ ഞാൻ ആദ്യമായിട്ടല്ലല്ലോ കാണുന്നത്. നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. അതെന്നോട് പറയാൻ പറ്റുന്നാണെങ്കിൽ പറയും. അല്ല, പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ പറയണ്ട. നിന്നോട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഗാർഗി, ഈ പൂജ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പ്രഭാവതിയമ്മ നടത്തുന്നതെന്നാണ് നീ കരുതുന്നേ? ആ, അങ്ങനെയാണെന്നാണല്ലോ അമ്മ പറഞ്ഞേ. ഇത് നിന്റെയും ബ്രോയുടെയും ആയുസ് സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന പൂജയല്ലേ? അല്ല ഗാർഗി, ഈ പൂജയ്ക്ക് പിന്നിൽ അമ്മയ്ക്ക് മറ്റൊരു ലക്ഷ്യമുണ്ട്. മറ്റൊരു ലക്ഷ്യം? എന്ത് ലക്ഷ്യം? അതൊക്കെ പിന്നീട് ഞാൻ വിശദമായിട്ട് നിന്നോട് പറയാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? പാർവതി, നീ ഇങ്ങനെ സസ്പെൻസ് ഇടാതെ കാര്യം എന്താന്ന് വെച്ചാ പറയും. ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. പറയാം. അതിനു മുമ്പ് നീ എനിക്കൊരു സഹായം ചെയ്യോ? ഞാനെന്ത് സഹായം ചെയ്യണ്ടേ? നീ പറ. നീ പറയുന്നത് എന്ത് ഞാൻ ചെയ്യും. എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും നിനക്ക് വേണ്ടി ഞാനത് ചെയ്തിരിക്കും. ഗാർഗിയും ഇതത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നീ ഒരിടം വരെ ചെല്ലണം. അവിടെ ചെന്ന് ഞാൻ പറയുന്ന ആളിനെ കാണണം. എന്നിട്ട് നമ്മൾ ആവശ്യപ്പെട്ട അദ്ദേഹത്തിന് ഒന്ന് ഇവിടെ വരെ വരാൻ പറ്റുമെന്ന് നീ ഒന്ന് ചോദിക്കണം. ആരാ അദ്ദേഹം? നീ എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയൂ. എന്താ, നീ പോയി അദ്ദേഹത്തെ കാണില്ലേ? തീർച്ചയായും ഞാൻ പോവാം. പിന്നെ ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊന്നും പ്രഭാവതി അമ്മ അറിയാതെ വേണം നീ ചെയ്യേണ്ടത്. അത് ഞാൻ ഏറ്റു. ഹലോ ചേച്ചി. പ്രതാപ, എടാ, ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ വർക്കൗട്ട് ആക്കിയിട്ടുണ്ട്. വിശാലും പാർവതിയും ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നന്നായി. പറ, ഇനി എന്താ വേണ്ടത്? എടാ, ഞാൻ നിന്റെ കയ്യിൽ കുറച്ച് ഫോൺ നമ്പേഴ്സ് തന്നിരുന്നില്ലേ? നീ അതിനെ വിളിച്ച് സംസാരിച്ചായിരുന്നോ? ആ, ഞാൻ വിളിച്ചിരുന്നു. എന്നിട്ട് എന്തായി? എടാ, നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ചേച്ചി, പാർവതി ഇന്നലെ രാത്രി ഒരാളിനെ ഫോൺ ചെയ്ത് സംസാരിച്ചിരുന്നു. അയാളെ എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. ഞാൻ അയാളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. പക്ഷേ അയാൾ ഞാൻ ചോദിക്കുന്നതിനൊന്നും കൃത്യമായി മറുപടി പറയാതെ വേറെന്തൊക്കെയോ പറഞ്ഞിട്ട് എന്നോട് ഉടക്കി കോൾ കെട്ടിയിരുന്നു. എടാ, പിന്നീട് നീ അയാളെ വിളിച്ചില്ലേ? ആ, വിളിച്ചിട്ട് അയാൾ ഫോൺ എടുക്കുന്നില്ല. കക്ഷി ഇവിടെ ഇവിടെ കട നടത്തുന്ന ആളാണെന്നാണ് തോന്നുന്നത്. ഓ, ഞാനേതായാലും അയാളെ നേരിട്ട് പോയെന്ന് കാണാം. കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാം. എന്നിട്ട് ഞാൻ ചേച്ചി വിളിച്ച് കാര്യങ്ങൾ പറയും. ശരി ശരി. എടാ, എന്തായാലും എത്രയും പെട്ടെന്ന് നീ എന്നെ വിവരം അറിയിക്കണം. ഉം.
നിങ്ങളുടെ ഈ മുഖംമൂടി ഉണ്ടല്ലോ അത് അഴിഞ്ഞു വീഴും. നിങ്ങൾ ഇവിടെ നടത്തിയത് മുഴുവൻ ഒരു വലിയ നാടകമാണെന്ന് എല്ലാവരും തിരിച്ചറിയും. എല്ലാവരെയും ഞാനത് അറിയിക്കും. അതിനു വേണ്ട എല്ലാ സാക്ഷികളും എല്ലാ തെളിവുകളും എൻ്റെ കയ്യിൽ ഭദ്രമാണ്. 3 ദിവസത്തിനകം പ്രഭാവതി അമ്മയെ ഈ വീട്ടിനുള്ളിൽ നിന്ന് പുറത്താക്കുമെന്ന് ഞാൻ വെല്ലുവിളിച്ചതല്ലേ? അങ്ങനെ വെല്ലുവിളിച്ച എനിക്ക് വേണ്ടിയാണ് പ്രഭാവതി അമ്മ ഈ ആയുഹോമം നടത്തുന്നത്. ഇത് എൻ്റെ ഐശ്വര്യത്തിനും ആയുസിനും വേണ്ടി നടത്തുന്ന ഹോമവും പൂജയൊന്നുമല്ല. ഇത് ഞാനും വിശാൽ സാറും ഈ വീട്ടിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടി പ്രഭാവതി അമ്മ നടത്തുന്ന നാടകമാണ്. അതിനുവേണ്ടിയാണ് തന്ത്രപരമായി ആ ഹോമം നടത്തുന്നത്. അല്ല, ഞാൻ മനസ്സിൽ വിചാരിക്കുന്നതെല്ലാം അവരെങ്ങനെ അറിയുന്നു? എൻ്റെ പ്ലാൻ ആ പ്രഭാവതി അമ്മ എങ്ങനെ മനസ്സിലാക്കിയത്? ഏത് വിധേനയും ഇവിടുന്ന് പുറത്തിറങ്ങി എൻ്റെ പ്ലാൻ നടപ്പിലാക്കിയേ മതിയാകൂ. അല്ല, താനിതുവരെ റെഡിയായില്ലേ? താൻ എന്താ ആലോചിച്ച് നിൽക്കുന്നത്? അല്ല, ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ ഹോമം നമ്മൾ രണ്ടുപേരും ചേർന്ന് ചെയ്യുന്നതിനേക്കാൾ നല്ലത് പല്ലവിയും വിപിനും ചെയ്യുന്നതല്ലേ എന്ന്. അല്ല, അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? അല്ല, നമ്മളിതുപോലെ എത്രയോ പൂജകൾ ചെയ്തു കഴിഞ്ഞു. അവര് ഈ അടുത്ത വിവാഹം കഴിഞ്ഞവരല്ലേ? അതും യാതൊരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെ തികച്ചും അപ്രതീക്ഷിതമായിട്ട്. അങ്ങനെ മുൻകൂട്ടി നിശ്ചയിക്കാതെ വിവാഹം കഴിഞ്ഞതുകൊണ്ടായിരിക്കും വിപിനും പല്ലവിയും തമ്മിലുള്ള ബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങളുള്ളത്. അതുകൊണ്ട് അവരുടെ ബന്ധം കൂടുതൽ ദൃഢമാവാനും അവർക്ക് ദാമ്പത്യ ഐക്യവും ഐശ്വര്യവും ഉണ്ടാവാനും ഈ പൂജ അവർ ചെയ്യുന്നതല്ലേ കൂടുതൽ നല്ലത്? അത് കൂടുതൽ ഗുണപ്രദമാവും. പാർവതി, താൻ എന്താ ഈ പറയുന്നത്? ഈ പൂജയുടെ പ്രത്യേകത തനിക്കറിയില്ലേ? തനിക്ക് ലക്ഷ്മീപുരത്ത് വെച്ച് തീ പിടിച്ച അപകടം ഉണ്ടായപ്പോൾ തനിക്ക് വേണ്ടി അമ്മ നടത്താമെന്ന് നേർന്ന പൂജയല്ലേ ഇത്? അന്നത്തെ പോലെ യാതൊരു ആപത്തും തനിക്ക് ഉണ്ടാവരുതെന്ന് കരുതിയ അമ്മ ഇത് നടത്തുന്നത്. നമ്മൾ രണ്ടുപേരും ചേർന്ന് ഈ പൂജ നടത്തിയ അന്നുണ്ടായതുപോലെ ഒരു ദോഷവും പിന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ഈ പൂജ നടത്തണം. അല്ല സാർ, ഞാൻ പറയുന്നത് കേക്ക്. ഇപ്പൊ പ്രധാനം വിപിനും. പാർവതി, ഈ നേരത്ത് വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട. നമ്മളിപ്പോ ഈ പൂജയിൽ നിന്ന് പിന്മാറിയ അത് അമ്മയ്ക്കും വിഷമാവും. അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുതെന്ന് ഞാൻ തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അമ്മയൊരു തീരുമാനമെടുത്ത അത് നമ്മൾ അംഗീകരിക്കണം. അതിന് ഒരിക്കലും നമ്മൾ എതിർക്കാൻ പാടില്ല. നീ ഞാൻ പറയുന്ന കേക്ക്. വേഗം റെഡിയായി താഴേക്ക് വാ. പ്രഭാവതി അമ്മ എനിക്കെതിരെ എന്തോ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്. എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഈ പൂജ തടയണം. എത്തിയോ? വാ. എന്നാ പിന്നെ പൂജ ആരംഭിക്കാം. ആ, ശരി. ആ, നിങ്ങൾ രണ്ടാളും ഈ പീഠത്തിലോട്ട് ഇരുന്നോളൂ. ആ, ഇരിക്കും മോനെ. ശരി ശരി, പറഞ്ഞാ മതി ഗുരുജി. അവിടുന്ന് പറഞ്ഞതുപോലെ എല്ലാം ചെയ്തോളാം. നല്ല സമയത്താ ഗുരുജിക്ക് ഇങ്ങോട്ട് ഫോൺ ചെയ്യാൻ തോന്നിയത്. ഇപ്പൊ ഗുരുജി ഇങ്ങനൊരു ഉപദേശം തന്നില്ലായിരുന്നെങ്കിൽ ഇത് വലിയ പ്രശ്നമായി പോയേനെ.
അതെല്ലാം ഞാൻ നോക്കിക്കോളാം. ഞാൻ വിളിക്കാം. വളരെ നന്ദിയുണ്ട് ഗുരുജി. ഗാർഗി, ആരത്? എന്താ വിഷയം? അത് റോയോട് ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞ ഗുരുജിയില്ലേ, ആ ഗുരുജിയെ ഇപ്പൊ വിളിച്ചേ. ആ ഗുരുജിയാണോ വിളിച്ചത്? എന്നിട്ട് ഗുരുജി എന്ത് പറഞ്ഞു? അതെ, നിങ്ങളല്ല ഈ പൂജ ചെയ്യേണ്ടത്. പിന്നെ എന്ത് വേണമെന്നാ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, ഈ വീട്ടിൽ പുതുതായി വിവാഹം കഴിച്ചവരുണ്ടെങ്കിൽ, നവദമ്പതികൾ ഉണ്ടെങ്കിൽ, ആ ദമ്പതികളാണ് ഈ പൂജ ചെയ്യേണ്ടതെന്നാ. ഇവിടെ പുതിയതായി കല്യാണം കഴിച്ചത് വിപിനും പല്ലവിയല്ലേ? ഗുരുജി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവരല്ലേ ഈ പൂജ ചെയ്യേണ്ടത്? അതെ, അവര് തന്നെയാ ഈ പൂജ നടത്തേണ്ടത്. ഇല്ലെങ്കിൽ ഈ വീട്ടിലുള്ള കാരണവസ്ഥാനത്തുള്ള സ്ത്രീക്ക് അപമൃത്യു സംഭവിക്കുമെന്ന്.